ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് ദുബായ് മലങ്കര കമ്മ്യൂണിറ്റി MCMFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മാർ ഇവാനിയോസ് ടോക്ക് സീരീസിൽ ഇവാനിയോസ് പിതാവിൻ്റെ ജീവചരിത്രമാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. പ്രിയമുള്ളവരെ, ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലരുടെ മേൽ മഹത്വപ്പട്ടം ആരോപിക്കപ്പെടുന്നു, ചിലരാകട്ടെ നിരന്തരമായ പരിശ്രമത്തിൽ മഹത്വം ആർജിക്കുന്നു. ഇതിൽ മൂന്നാമത്തെ ഗണത്തിൽപ്പെട്ട ആളായിരുന്നു പുനരേക്യ പ്രണയതാവും പുണ്യചരിതനുമായ മാർ ഇവാനിയോസ് പിതാവ്. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിലേക്ക് സാക്ഷ്യം നൽകാൻ. അവൻ വഴി എല്ലാവരും വിശ്വസിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഇവാനിയോസ് എന്നത് യോഹന്നാൻ എന്ന പേരിന്റെ വേറെ രൂപം മാത്രമാണല്ലോ. ദൈവസമ്പാദനം അത്യുത്തമം എന്നതായിരുന്നു മുണ്ടൻ മലയിലെ യതിവര്യനായ തിരുമേനിയുടെ ദർശനവാക്യം. ഭാരത ന്യൂമാൻ, കിഴക്കിന്റെ സൂര്യൻ, നസ്രയനായ സിംഹം എന്നൊക്കെ വിളിപ്പേരുണ്ടാകാൻ ഈ ദർശനവാക്യം ഒരു കാരണമായി. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഒരു യുഗം സൃഷ്ടിച്ച വ്യക്തിത്വമാണ് ധന്യന്മാർ ഇവാനിയോസ് പിതാവ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിർവചിക്കുന്ന വാക്ക് ഐക്യം എന്നതാണ്. സഭയുടെ പൂർണ്ണതയും ഐക്യവും കണ്ടെത്താനുള്ള അന്വേഷണമാണ് പുനരേക്യ പ്രസ്ഥാനത്തിലേക്ക് നയിച്ചത്. മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം ഒരു ജീവചരിത്രമല്ല, അതൊരു സന്ദേശമാണ്. പിതാവിന്റെ ദർശനം ഒരു കാലഘട്ടത്തിൻ്റെതല്ല, എല്ലാ കാലഘട്ടങ്ങൾക്കുമുള്ള വഴികാട്ടിയാണ്. 1882 സെപ്റ്റംബർ 21-ാം തീയതി മാവേലിക്കരയിൽ തോമസ് പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും മകനായി ഗീവർഗീസ് തോമസ് പണിക്കർ ജനിച്ചു. മാതാപിതാക്കൾ ചെറുപ്പത്തിലെ തന്നെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകി. ബുദ്ധിശക്തിയിലും പഠന മികവിലും ഈ ബാലൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. വായനയിലും ആത്മീയ കാര്യങ്ങളിലും കൂടുതൽ താല്പര്യം കാണിച്ചു. ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിൽ ഒരു നേതൃത്വ പാഠവും പ്രകടമായിരുന്നു. വിദ്യാഭ്യാസ ജീവിതത്തിൽ മികവ് പുലർത്തിയിരുന്ന പിതാവ് മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടി. തത്വശാസ്ത്രം, ദൈവശാസ്ത്രം, ചരിത്രം, സാഹിത്യം എന്നീ മേഖലകളിലും പഠനം നടത്തി. MA അച്ഛൻ എന്നും അറിയപ്പെട്ടിരുന്നു. അധ്യാപകനായും പ്രൊഫസറായും സേവനം അനുഷ്ഠിച്ചിരുന്നു. അറിവ് കേവലം പരീക്ഷാ വിജയത്തിന് മാത്രമുള്ളതല്ല എന്നും മനുഷ്യനെ രൂപപ്പെടുത്താനുള്ള ശക്തിയാണ് എന്നും അദ്ദേഹം വിശ്വസിച്ചു. സഭയിൽ കൂടുതൽ ആത്മീയ നവീകരണം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനായി പ്രാർത്ഥനയും ത്യാഗവും സാമൂഹ്യ സേവനവും കേന്ദ്രീകരിച്ച ഒരു സന്യാസ പ്രസ്ഥാനം സ്വപ്നം കണ്ടു. ആ സ്വപ്ന സാക്ഷാത്കാരമാണ് ബഥനി ആശ്രമം. ബഥനി പിന്നീട് മലങ്കര സഭയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ആത്മീയ നേതൃത്വവും അറിവും കണ്ട് സഭ അദ്ദേഹത്തെ മെത്രാപ്പൊലിത്തയായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മലങ്കര സഭയിൽ ഒരു പുതിയ ഉണർവ് രൂപപ്പെട്ടു. മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം പുനരേക്യ പ്രസ്ഥാനമാണ്. അവരെല്ലാവരും ഒന്നായിരിക്കട്ടെ എന്ന യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പതിഞ്ഞിരുന്നു. സഭയുടെ ചരിത്രവും പാരമ്പര്യവും അദ്ദേഹം ഗൗരവമായി പഠിച്ചു. വർഷങ്ങളോളമുള്ള പ്രാർത്ഥനയിലും ആത്മീയ വിവേചനത്തിലൂടെയും സത്യത്തെ അന്വേഷിച്ചു. അവസാനം കത്തോലിക്ക സഭയുമായുള്ള ഐക്യമാണ് സഭയെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ നിരന്തരമായുള്ള പ്രാർത്ഥനയുടെയും പരിശ്രമത്തിന്റെയും ഫലമായി 1930 സെപ്റ്റംബർ 20 പുനരേക്യത്തിന്റെ ചരിത്രപരമായ തീരുമാനം രൂപം കൊണ്ടു. ഈ തീരുമാനം അത്ര എളുപ്പമായിരുന്നില്ല. കടുത്ത വിമർശനങ്ങൾ, അപവാദങ്ങൾ, എതിർപ്പുകൾ, ഒറ്റപ്പെടലുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നിവയെല്ലാം നേരിടേണ്ടി വന്നു. എന്നാൽ ഇതെല്ലാം പ്രാർത്ഥനയിലൂടെ അതിജീവിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും പിതാവ് നിരവധി സംഭാവനകൾ നൽകി. സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപന പരിശീലന കേന്ദ്രങ്ങൾ, വിദ്യാർത്ഥി ഹോസ്റ്റലുകൾ എല്ലാം സ്ഥാപിച്ചു. വിദ്യാഭ്യാസം മനുഷ്യനെ അറിവുള്ളവനാക്കുക എന്ന് മാത്രമല്ല, നല്ല മനുഷ്യനാവുകയും വേണമെന്ന് പഠിപ്പിച്ചു. വിശ്വാസവും വിജ്ഞാനവും കൈകോർത്ത് വളരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആഴമായ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ വ്യക്തിത്വ സവിശേഷതകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. ഏത് തീരുമാനവും പ്രാർത്ഥനയിലൂടെ ദൈവഹിതം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് എടുത്തിരുന്നത്. വിനയം, ധൈര്യം, സ്നേഹപൂർണമായ സമീപനം, ദീർഘവീക്ഷണം എന്നിവയെല്ലാം പിതാവിന്റെ സ്വഭാവ സവിശേഷതകളായിരുന്നു. ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെയും സഭയ്ക്ക് വേണ്ടിയും വിശ്വാസികൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും തന്റെ ദൗത്യത്തിൽ നിന്നും പിന്മാറിയില്ല. 1953 ജൂലൈ 15-ാം തീയതി അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു.
പിതാവിന്റെ മരണം ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ദർശനം അന്നു മുതൽ ശക്തമായി വളർന്നു തുടങ്ങി. മാർ ഇവാനിയോസ് പിതാവിന്റെ പാരമ്പര്യം ഇന്നും നിരവധി മേഖലകളിൽ തുടരുന്നു. ആത്മീയ പാരമ്പര്യം, സഭാ പാരമ്പര്യം, വിദ്യാഭ്യാസ പാരമ്പര്യം, വ്യക്തിപരമായ പാരമ്പര്യം എല്ലാം അതിൽപ്പെടുന്നു. പിതാവിന്റെ ജീവിതം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക, സത്യത്തിൽ വേണ്ടി നിലകൊള്ളുക, ഐക്യത്തിനായി പ്രാർത്ഥിക്കുക, സമൂഹത്തെ സേവിക്കുക, വിശ്വാസത്തിൽ വളരുക. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവ് ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, ഇന്നും സംസാരിക്കുന്ന ഒരു സന്ദേശമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ ദൈവഹിതത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചാൽ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ കഴിയും എന്നതാണ്. പ്രാർത്ഥനയിലൂടെ ശക്തി കണ്ടെത്തിയ അദ്ദേഹം ത്യാഗത്തിലൂടെ സഭയെ വളർത്തി, സ്നേഹത്തിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കി, ധൈര്യത്തിലൂടെ ചരിത്രം കുറിച്ചു. നമുക്കും പിതാവിന്റെ മാതൃക പിന്തുടർന്ന് വിശ്വാസത്തിലും ഐക്യത്തിലും വളരാം. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ആ ഭാഗ്യങ്ങളുടെ കലവറയിൽ അർപ്പിക്കാം. ധന്യന്മാർ ഇവാനിയോസ് പിതാവെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.